ചേട്ടാ മീശ അയ്യോ, ഇത് പാരമ്പര്യമായിട്ടുള്ളതാ. തമ്പി സാർ. സാറേ, ഇത് വെപ്പ് മീശയാണോ? മീശ മാത്രമല്ല, മുടിയും വെപ്പാ. വിഗ് വിഗ് ആണോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സാറാണെന്ന്. ശരിക്കും നിനക്കറിയായിരുന്നോ? അറിയായിരുന്നു, ഞാൻ അപ്പോഴേ അമ്മമാരോട് പറഞ്ഞല്ലേ. ആണോ? പറഞ്ഞു. ഒരു SI ആയ എന്നെ കൊണ്ട് നീ ചായ അടുപ്പിച്ചല്ലടാ തെണ്ടി. നീയൊക്കെ തിന്ന പ്ലേറ്റ് ഒരു അവന്മാരെന്നെ കൊണ്ട് കഴിപ്പിച്ചു. സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ. പറ്റിപ്പോയി, ക്ഷമിക്കണം. നിന്നെ നേരത്തെ നോക്കി വെച്ചിരിക്കായിരുന്നു. നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അശ്വതിയുടെ അമ്മാവനാണ് നിങ്ങളെ തല്ലിച്ചതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ അയാൾക്കെതിരായിട്ട് തെളിവുകളില്ല. സർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തെളിവില്ലാത്ത ചില കേസുകൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പതിവുണ്ട്. എന്താ അത്? ഒരു പണി എന്ത് പണി? ഇരുട്ടടി. ഇരുട്ടടിയോ? അത് പ്രശ്നമാവില്ലേ സർ? ഏയ്, ഒരു പ്രശ്നവുമില്ല. ഇത് ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ക്രിസ്തുവിന് മുമ്പ് 8ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഒരു സാമൂതിരിയായിരുന്ന ഉറാങ്ങൂട്ടാൻ തിരുവുൽപ്പാട് കൊണ്ടുവന്നതാണ് ഈ ഭരണപരിഷ്കാരം. വേലുത്തമ്പി തിളവ പോലും കൊട്ടാരം വിട്ട് അമ്മച്ചി പ്ലാവി കയറിയിരുന്നത് വെള്ളക്കാരൻ ഇരുട്ടടി പേടിച്ചാണ്. വേലുത്തമ്പിയല്ല, മാർത്താണ്ഡവർമ്മയാ. ആരായാലും പ്ലാവി കയറിയതല്ലേ. പക്ഷേ പുതിയ രീതികളായ കരാട്ടെ, കുങ്ഫു, ജൂഡോ ഒക്കെ വന്നതിന് ശേഷം ഈ ഇരുട്ടടിക്ക് ഒരു മങ്ങലേറ്റു എന്നാണ് പലരും കരുതിയത്. നോനോ, പക്ഷെ ഇന്നും അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇരുട്ടടി കൊടുക്കല്ലേ സാർ? കൊടുക്കണം. ഇല്ല സാർ, ഇവിടെ ഒരു 3 ദിവസത്തെ ഷൂട്ടിംഗ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. ഡേറ്റ് ഒരു പ്രശ്നമേ അല്ല സാർ. അതിനുശേഷമേ വേറൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക പോലുള്ളൂ. ഓക്കെ സാർ, ഓക്കെ.